ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ചൂണ്ടയിടാൻ പോകലാണ് ഇന്നത്തെ നമ്മളെ മെയിൻ പരിപാടി കേട്ടോ. അപ്പോൾ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ടാണ് ഇടയ്ക്ക് ചൂണ്ടയിടാൻ പോകാറുള്ളത്. അപ്പോൾ നമ്മൾ ചൂണ്ടയിട്ട് ആദ്യത്തെ ഒരു മീനൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മാലാനാണ് നമുക്ക് കിട്ടിയത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മാലാനാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അവൾക്കതിനെ പിടിക്കാൻ ഭയങ്കര പേടി കേട്ടോ. പിന്നെ നമ്മൾ രാവിലത്തെ നമ്മളെ നാട്ടിലെ ഒരു കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ കാണുന്നത്. അതായത് ഈ പുള്ളി തേങ്ങ എടുക്കാൻ പോകുന്നതാണ് കേട്ടോ. രാവിലെ ഇതേമാതിരി പോവുകയാണെങ്കിൽ ഒരു 10-50 തേങ്ങയൊക്കെ കിട്ടും. നമ്മളെ ഈ പുഴേൻ്റെ സൈഡിലുള്ള തെങ്ങിൻ്റെ മുകളിൽ നിന്നൊക്കെ തേങ്ങയൊക്കെ പുഴയിലൊക്കെ വീഴുക അധികം. അപ്പോൾ ഇതേമാതിരി പോകുമ്പോൾ കോരുവല ഉപയോഗിച്ചിട്ട് തേങ്ങയൊക്കെ പിടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു ഉപജീവന മാർഗം കൂടിയാണ്. ഇങ്ങനെ എന്താ പറയുക, ഒരു തോണിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പുഴേൻ്റെ അടുത്തൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ വരുമാന മാർഗങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻപിടുത്തം അവിടെ തകൃതിയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മാലാനാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അധികം നമുക്ക് ഇവിടെ മാലാനാണ് കിട്ടാറുള്ളത്. അത് ഒരു ഇടത്തരം മാലാനാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. പിന്നെ നമുക്ക് നല്ല ക്ഷമയുള്ള ആൾക്കാർക്ക് നമുക്ക് മീൻ പിടുത്തം പറ്റത്തുള്ളൂ. കാരണം ക്ഷമയില്ലാത്ത ആൾക്കാർക്ക് മീൻ പിടിക്കാൻ പറ്റില്ല. കാരണം കുറേ നേരം നിൽക്കണം ചില സമയത്ത്. കണ്ടില്ല, ഇപ്പോൾ അടുത്ത മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നിന്നിട്ട് നമ്മളെ കാല് കൊഴിയും ചില സമയത്തൊക്കെ. എന്നാലും നമുക്കൊരു മീനൊക്കെ കിട്ടാറുള്ളൂ കേട്ടോ. നമുക്ക് സഞ്ചിയിൽ 2-3 മീനെ കിട്ടിയിട്ടുള്ളൂ. ആ സഞ്ചി കിടന്ന് ഇങ്ങനെ പെടയുന്നുണ്ട് കേട്ടോ നമ്മളെ മീനുകളൊക്കെ. പിന്നെ ഈ കാണുന്ന നമ്മൾ ഈ തോണി എടുക്കാൻ പൂയെടുക്കാൻ പോകുന്നതാണ് കേട്ടോ, വഞ്ചിയാണ്. പിന്നെ അത് നമ്മളെ പോലെ തന്നെ ഒരാൾ അവിടെ മീൻ പിടിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു പരുന്താണ്. പരുന്ത് ഇങ്ങനെ മീനെ നോക്കി നിൽക്കുന്നുണ്ട്. രാവിലെ നല്ല മീനുണ്ടാവും കേട്ടോ. രാവിലെ ഐറ്റുകൾ ഇരയെടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന സമയമാണ് രാവിലെ. അപ്പോൾ നന്നായിട്ട് മീനൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. നമുക്ക് അടുത്ത മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ സ്നേഹിതനാണ്. അപ്പം പുള്ളി ഗൾഫിൽ നിന്ന് ലീവിൽ നിന്ന് വന്നാണ്. അപ്പോൾ മീൻ പിടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അങ്ങനെ പുള്ളിക്ക് അടുത്ത മീനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കിട്ടിയ മീനിൽ നമുക്ക് അതിൽ ലാസ്റ്റ് കിട്ടിയൊരു മീൻ ലേസൊരു ജീവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളതിനെ എടുത്തും കണ്ടിട്ട് നമ്മൾ ബക്കറ്റിലിട്ട് നോക്കി ജീവിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ ആ ചുണ്ടിനാണ് അതിൻ്റെ ആ ഉക്ക് കയറിയത്. അപ്പം വലിയ പരുക്കൊന്നുമില്ല. എൻ്റെ ആ ചുണ്ടിന് ലേസൊരു പൊട്ടമുള്ളൂ. നമ്മൾ ലേസം ബക്കറ്റിൽ ഇത് കിണർ വെള്ളമാണ് കേട്ടോ. കിണർ വെള്ളത്തിലാണ് ഇട്ട് നോക്കിയത്. പക്ഷെ അത് ഏകദേശം 3/4 ഭാഗം ഇതായിട്ടുണ്ട്, ടയേർഡായിട്ടുണ്ട്. അത് ജീവിക്കാൻ ചാൻസ് വളരെ കുറവാണ്. നല്ലൊരു മാലാനാണ്. കണ്ടല്ലോ, ചുണ്ടിൻ്റെ ആ ഒരു ഭാഗം മാത്രമേ പൊട്ടിയിട്ടുള്ളൂ. പിന്നെ ഇത് പുഴയത്തെ വെള്ളത്തിൽ ജീവിക്കത്തുള്ളൂ.